നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എം കെ വിനോദ്. ഞാൻ ദേവിക ബൈജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ 3 പേർ അറസ്റ്റിൽ. സംഘാടകരായ മൃദംഗ വിഷൻ ഭാരവാഹി നികോഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. പരിക്കേറ്റ MLA ഉമാ തോമസ് തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു. നൃത്ത സംഘാടകരെ ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ. സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. BPL റേഷൻ പഞ്ചസാരയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ. വില ഒറ്റയടിക്ക് കൂട്ടിയത് കിലോഗ്രാമിന് 6 രൂപ. 5 വർഷത്തിനുള്ളിൽ വില കൂടുന്നത് 2 തവണ. ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. വയനാട് DCC ട്രഷററും മകന്റെയും ആത്മഹത്യയിൽ സമരം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. MLA ഓഫീസിലേക്ക് BJP മാർച്ച് നാളെ. MLA IC ബാലകൃഷ്ണനെതിരായ ആരോപണത്തിൽ പ്രതിസന്ധിയിലായി കോൺഗ്രസ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സർക്കാരിന്റെ അനധികൃത പിരിവ്. ഭക്ഷണത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കാൻ നിർദ്ദേശം. AEOമാർക്ക് DD അയച്ച കത്തിന്റെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. ശിവഗിരി തീർത്ഥാടന ഘോഷയാത്രയിൽ അണിചേരാൻ ആയിരങ്ങൾ. മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തീർത്ഥാടന സമാപനം നാളെ. കുട്ടനാട്ടിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴായി. പണം ലഭിച്ചത് 10% താഴെ കർഷകർക്ക് മാത്രം. ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ നെൽകർഷകർ. വിനോദാന്ത്യം ഐശ്വര്യമായിട്ട് സന്നിധാനത്ത് നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. രാമരാജനറിയാം മലയാളക്കര. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ്. കഴിഞ്ഞ ദിവസം 70,000-ഓളം ഭക്തജനങ്ങളാണ് ദർശനത്തിനായി എത്തിയത്. വരും ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡും പോലീസും കണക്ക് കൂട്ടുന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന്. അഖിൽ, നമസ്തേ. സ്വാമി ശരണം. അവിടെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ജനുവരി 14-ന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി ഓരോ ഭക്തർക്കുമുള്ളത്. അവിടെയുള്ള തിരക്ക് എങ്ങനെയാണ്? മറ്റ് വിശേഷങ്ങളും കൂടി. ദേവിക, വിനോദ്, സ്വാമി ശരണം. നമസ്തേ. ശബരിമല സന്നിധാനം ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി പൊന്നമ്പല നട ഇന്നലെ തുറന്നത്. മേൽശാന്തിയും ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പൊന്നമ്പല നട തുറന്നതിനു ശേഷം 3 മണി മുതൽ തന്നെ ഏകദേശം 4 മണിക്ക് നട തുറന്ന് ഏകദേശം 4:30 മുതൽ തന്നെ 4:30 തന്നെ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമ്പോഴാണ്, അതായത് 11 മണിക്ക് നടയടയ്ക്കുന്ന ഏകദേശം 7 മണിക്കൂർ സമയം കൊണ്ടാണ് ഏകദേശം 70,000 പേർ അയ്യപ്പ
അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്ന കണക്കുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും 30,000 പേർക്കാണ് ഇന്നലെ വെർച്വൽ ക്യൂ നൽകിയിരുന്നത്. ഏകദേശം 22,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 3,000-ഓളം പേർ പുൽമേട് വഴിയും ദർശനത്തിനെത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് അനൗദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ. അല്പസമയത്തിനകം തന്നെ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നതുമായിരിക്കും. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇന്നലെ പോലീസ് കണക്ക് കൂട്ടിയതിനേക്കാൾ, ദേവസ്വം ബോർഡിൽ കണക്ക് കൂട്ടിയതിനേക്കാൾ അതിന്റെ ഇരട്ടിയിലധികം അയ്യപ്പ ഭക്തരാണ് അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ കാഴ്ചകൾ കാണുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പൊന്നമ്പലത്തിന് മുമ്പിലുള്ള കൊടിമര ചുവട്ടിലാണ്. അവിടെ നിന്നും 18-ാം പടിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 മിനിറ്റിൽ ഏകദേശം 60 മുതൽ 75 വരുന്ന അയ്യപ്പ ഭക്തരെ കയറ്റി സന്നിധാനത്തേക്ക് ദർശനത്തിലേക്ക് അയക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് അയ്യപ്പന്മാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഒരു സമയത്ത്, അതായത് 75 മുതൽ 70, 75, 80 അയ്യപ്പ ഭക്തരെ 18-ാം പടി കടത്തിവിട്ടാൽ മാത്രമേ 1 മണിക്കൂറിൽ ഏകദേശം 3,500-4,000 അയ്യപ്പ ഭക്തർക്ക് ശബരിമല അയ്യപ്പസ്വാമിയെ കണ്ട് മടങ്ങുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതായത് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് അയ്യപ്പ ഭക്തരെ ക്രമാതീതമായി തന്നെ പോലീസ് അയ്യപ്പ ഭക്തന്മാർ നിയന്ത്രിച്ച് വിടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവർ ചുറ്റി അവിടെ നിന്നും അയ്യപ്പ ഭക്തന്മാർ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് കൂട്ടമായി നിന്ന് അയ്യപ്പ ഭക്തർ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ തന്നെ സാവധാനം അയ്യപ്പ ഭക്തർക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ നിന്നും ഫ്ലൈ ഓവറിലേക്ക് എത്തി പൊന്നമ്പലത്തിന്റെ നടയിലേക്ക് എത്തുമ്പോൾ ഭക്തജനങ്ങൾ കൂട്ടമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 4 വരികളായിട്ടാണ് അയ്യപ്പ ഭക്തർ പൊന്നമ്പല നടയിൽ പൊന്നമ്പല അകത്തിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഇതിൽ പല അയ്യപ്പന്മാരും ഇന്നലെ രാത്രി തന്നെ 18 പടി കയറി അകത്തേക്ക് വന്ന അയ്യപ്പ ഭക്തരായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി എത്തുന്നതായിട്ടാണ് നമുക്ക് കണക്കുകൾ അല്ലെങ്കിൽ പോലീസ് അയ്യപ്പന്മാരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മാളികപ്പുറങ്ങളടക്കം അമ്മമാരടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരടക്കമുള്ള വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എന്തായാലും നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 14-നാണ് ഒരു വർഷത്തെ കാത്തിരിപ്പ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഓരോ അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മനിമിഷം, ആത്മനിർവൃതി അടയുന്ന, ആത്മാഭിമാനമുണരുന്ന, ഏറ്റവും സന്തോഷം പകരുന്ന ആ മകരജ്യോതി കാണാൻ, മകരസംക്രാന്തി പൂജ കാണാൻ കാത്തിരിക്കുന്ന ഒരു വർഷത്തെ ആ കാത്തിരിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനുവരി 14-നാണ് ആ മകര സംക്രാന്തി പൂജയും അതുപോലെ തന്നെ മകരജ്യോതിയും ഉണ്ടാവുക. ജനുവരി 12-നാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുഭാഭരണം വഹിച്ചുകൊണ്ടുള്ള ആ തിരുഭാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്നും ആരംഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിൽ അത് ചുറ്റി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരിക്കും ജനുവരി 14-ന് ഉച്ചയോടെ പമ്പയിലെത്തി വൈകുന്നേരം 6:30 സന്ധ്യാദീപാരാധനയ്ക്കായിരിക്കും ഭഗവാന് ചാർത്തി. ആ ഭഗവാന് ചാർത്തിയുള്ള ദീപാരാധനയിലായിരിക്കും അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ആ മകരജ്യോതി തെളിയുക. ആ മകരജ്യോതി തെളിയുമ്പോൾ ആ മകരജ്യോതി ഒന്ന് തൊഴുന്നതിലേക്ക് വേണ്ടി ഏകദേശം 3 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഇത്തവണ ആ മകരജ്യോതി തൊഴുന്നതിലേക്ക് വേണ്ടി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏകദേശം 2-2.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 50,000 പേരെ കൂട്ടി 3 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ എന്തായാലും മകരസംക്രാന്തി, മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി, മകരജ്യോതി തൊഴുന്നതിലേക്ക് വേണ്ടി ഇത്തവണ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്ന പോലീസ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. ഇന്നലെയാണ് 5ാമത്തെ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമല സന്നിധാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP മധുസൂദരന്റെ നേതൃത്വത്തിലുള്ള 1455 പോലീസ് ഉദ്യോഗസ്ഥർ ചാർജ് എടുത്തിട്ടുള്ള 10 ദിവസത്തേക്കാണ് അവരുടെ ചാർജ്. അതിനുശേഷം പിന്നീട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എന്തായാലും ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഖരിതമായി ശരണ കീർത്തനങ്ങളുടെയും ശരണ ഭജനകളുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിൽ വലിയ ഭക്തി നിർഭരമായി പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല സന്നിധാനം ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് പൊന്നമ്പലത്തിനരികിൽ ഹരിവരാസനത്തിന്റെ ആ ഈണമുള്ള ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനോദ്, ദേവിക.
തീർച്ചയായും സന്നിധാനത്ത് മകരവിളക്കിന് വേണ്ടി മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി നട തുറന്ന സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. അവിടെ ഭക്തരുടെ വലിയ നിര തന്നെയുണ്ട്. ഭക്തരുടെ ദർശനം സുഗമമായി മുന്നോട്ടേക്ക് പോകുന്നു. അവിടെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. ഇനി എല്ലാ കാത്തിരിപ്പും നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ മകരവിളക്കിനായി. ജനുവരി 14 ഈ വർഷത്തെ മകരവിളക്ക്. സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം. ഇനി നമുക്ക് MLA ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വാർത്തകളിലേക്ക് പോകണം. കലൂരിൽ ആണ് കഴിഞ്ഞ ദിവസം MLA സ്റ്റേഡിയത്തിൽ വീണ് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായത്. ഉമാ തോമസ് MLAക്ക് അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല. പരിശീലനം ലഭിക്കാത്തവരാണ് ഉമാ തോമസിനെ ആംബുലൻസിലേക്ക് മാറ്റിയത്. VIP സ്റ്റേജിന് അടുത്തായി ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകിയെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഉമാ തോമസ് MLA. കുറച്ച് ദിവസങ്ങൾ കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും എന്നാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ സംഘം അറിയിച്ചത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഈ സുരക്ഷയിൽ കനത്ത വീഴ്ച ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അവിടെ ഇത്രയും VIPകൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ആ പരിപാടിക്ക് അടുത്ത് ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ MLA വീണ് കഴിഞ്ഞിട്ട് MLA എടുത്തുകൊണ്ട് പോകാൻ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് കൃത്യമായി അതറിയാവുന്ന ആളുകളൊന്നും അത്രയും വലിയ പരിപാടിക്ക് അവിടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സുരക്ഷാ വീഴ്ചയെപ്പറ്റി നമുക്ക് MLA ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് സുരക്ഷാ വീഴ്ചയിലേക്ക് വരാം. വിനോദ്, MLA ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഒരു ആശങ്ക ഉണർത്തുന്നത് ശ്വാസകോശത്തിനുള്ള ക്ഷതമാണ്. അതിന് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തൽസ്ഥിതി തുടരുന്നു എന്നതാണ് ഇന്നലെ രാത്രി വരെയും നമുക്ക് ലഭിച്ച വിവരം. ഇന്ന് 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തലച്ചോറിലെ രക്തസ്രാവം കൂടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ഈ ശ്വാസകോശത്തിനുള്ള ക്ഷതം അത് സാധാരണഗതിയിൽ 2 ദിവസം പിന്നിടുമ്പോഴേക്കും അല്പം വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് സാധാരണ പൊതുവിൽ എല്ലായിടത്തും ഉള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഉമാ തോമസിന് നല്ല വണ്ണമുള്ള ശരീരമായതുകൊണ്ട് തന്നെ ഇത്തരം റിസ്കുകൾ കൂടുതലാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഈ ആൻറ്റിബയോട്ടിക്കിനോട് കൃത്യമായി ശരീരം പ്രതികരിക്കുകയാണെങ്കിൽ ഈ ശ്വാസകോശത്തിലെ ക്ഷതങ്ങൾ വരും ദിവസങ്ങൾ കുറഞ്ഞു വരും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും വെന്റിലേറ്റർ എപ്പോൾ മാറ്റാൻ സാധിക്കും എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണയിലേക്ക് ഇതുവരെയും ഡോക്ടർമാർ എത്തിയിട്ടില്ല. കാരണം വെന്റിലേറ്റർ മാറ്റുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടസ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യതയും അത്തരം മുൻകരുതലും എല്ലാം എടുത്തുകൊണ്ട് പൂർണ്ണമായും ശ്വാസകോശത്തിൻ്റെ ക്ഷതം മാറുന്നതുവരെയും വെന്റിലേറ്ററിൽ തുടരുക എന്ന ഒരു നിശ്ചയത്തിലാണ് ഡോക്ടർമാർ ഉണ്ടായിരുന്നത്. ഇന്നും മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിവിധ ഡോക്ടർമാർ ചർച്ച ചെയ്യും. അതിന് മെഡിക്കൽ കോളേജിലെ സർക്കാർ ഡോക്ടർമാരടക്കമുള്ളവരും ഈ ചികിത്സയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കൂടി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാവും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ മുന്നോട്ട് പോവുക. ഈ ഒരു സാഹചര്യത്തിൽ തലച്ചോറിനുള്ള ക്ഷതവുമായി ബന്ധപ്പെട്ട ചികിത്സകൾ, ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്പം കുറഞ്ഞതിന് ശേഷം മാത്രമാവും അതിൻ്റെ ചികിത്സയിലേക്ക് പോവുക. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഭീഷണി ഉയർത്തുന്നതായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. നേരത്തെ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അതിലേക്കൊന്നും ഇപ്പോൾ ബാധിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലില്ല എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ രീതിയിൽ വെന്റിലേറ്റർ എപ്പോഴത്തേക്ക് മാറ്റാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളും ശ്വാസകോശത്തിൻ്റെ ക്ഷതത്തിനോടുള്ള ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ ചെല്ലുമ്പോഴുള്ള പ്രതികരണം ഏത് രീതിയിലെന്നതുമാണ് ഏറ്റവും പ്രധാനമായും വിലയിരുത്തപ്പെടുന്നതും. അതെ, അത് തന്നെയാണ്. ഇനി നമുക്ക് ആ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. ആ സ്റ്റേഡിയത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. MLA വീണതിന് ശേഷം MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച, അതുപോലെ തന്നെ ആംബുലൻസ് എത്തുന്നതിനുള്ള കാലതാമസം, അങ്ങനെ സമ്പൂർണ്ണമായി അവിടെ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരുന്നത്. മന്ത്രിമാരടക്കമുള്ള പങ്കെടുത്ത ഒരു പരിപാടി. കാര്യം കൂടിയുണ്ട്. സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം സംഘാടകർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ സംഘാടകർക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അടിയന്തര വൈദ്യസഹായം നൽകാനുള്ള ഒരു സംവിധാനങ്ങൾ പോലും വേദിക്കരികിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലേ സുധീഷ്?
ദേവി, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കലാകാരന്മാരായി മാത്രം തന്നെ 12,000-ലധികം പേർ തിങ്ങിക്കൂടിയ ഒരു സദസ്സായിരുന്നു. അതിനോട് ചേർന്ന് ഈ വേദിയിലും VIP-കൾ, മന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ ADGP ശ്രീജിത്ത് ഉണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം പേർ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ അവിടെ ഒരുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പാളിച്ച സംഘാടകർക്ക് പറ്റി എന്നത് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പും പോലീസും അഗ്നിശമന സേനയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കുന്നത്. ഇത് ഇന്നലെ സജി ചെറിയാൻ തന്നെ സംഘാടനത്തിൽ പിഴവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. സ്റ്റേജിന് നല്ല ബലമുള്ളതായാണ് ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞത്. അത് പോലീസ് തന്നെ പറഞ്ഞു എന്ന തരത്തിലാണ് സജി ചെറിയാൻ പറഞ്ഞത്. എന്നാൽ ഈ പരിശോധനയിൽ സ്റ്റേജിനും ബലം ഉണ്ടായിരുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പമാണ് ഈ വേദി VIP-കൾ അടക്കം ഉണ്ടായിരുന്ന വേദിക്കരികിൽ ഒരു ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് വൈദ്യസഹായം നൽകുന്നതിന്, ഉമാ തോമസിന് വൈദ്യസഹായം നൽകുന്നതിന് കാലതാമസം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ സംഘാടകർ പറഞ്ഞിരുന്നത് 150 വോളണ്ടിയർമാരെ അവർ ഇവിടുത്തെ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട്. അതിലാരും തന്നെ ഇത്തരം ഒരു അപകടമുണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ പരിശീലനം സിദ്ധിച്ചവരോ അതിനുള്ള അറിവുണ്ടായിരുന്നവരോ അല്ല. അതുകൊണ്ട് തന്നെ ഉമാ തോമസിനെ അവിടെ നിന്നും മാറ്റുമ്പോഴും മറ്റും അത് കൃത്യമായി പരിശീലനം ലഭിക്കാത്തവരായത് അത് ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കുന്ന തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിന് ചില നിർദ്ദേശങ്ങൾ. GCDA ഇത് സ്റ്റേഡിയം വിട്ടു നൽകുമ്പോൾ നൽകിയ 24 നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ പലതും പാലിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്ന തരത്തിലായിരുന്നു സംഘാടകർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. എന്നാൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് അഗ്നിശമന സേനയുടെ മറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയത് കൃഷ്ണകുമാർ എന്ന KK പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ ആയിരുന്നു. ആ കൃഷ്ണകുമാർ ഇന്നലെ അറസ്റ്റിലായ വ്യക്തികളിൽ ഒരാളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെ ഇതിലും മറ്റും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇനിയും അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും. അത് അഗ്നിശമന സേനയ്ക്ക് കൂടി ഭീഷണി ഉയർത്തുന്ന, അതിലെ അവരുടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. എന്തു തന്നെയായാലും ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നതാണ്, ശാസ്ത്രീയമായി ആയിരുന്നില്ല അവിടെ കാര്യങ്ങൾ സന്ദേശം തന്നെയാണ് സജി ചെറിയാൻ അടക്കമുള്ള അല്ലെ നമ്മുടെ മന്ത്രിമാർ കൂടി നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഉണ്ടാകുമെന്നൊരു തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് മന്ത്രിമാരുടെ പ്രതികരണവും കൂടി. അതുകൂടി മന്ത്രിമാർ അല്ലെങ്കിൽ അധികൃതർ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സുധീഷ് ഗോപാലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ചത്. നമ്മുടെ പ്രേക്ഷകരൊക്കെ മുൻകൂർ പുതുവർഷ ആശംസകൾ നേരുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ പുതിയ വർഷമാണ്. അതുകൊണ്ട് മുൻകൂർ പുതുവർഷ ആശംസകൾ നമ്മുടെ നിരവധി പ്രേക്ഷകർ നേരുന്നുണ്ട്. അതെ, എല്ലാവർക്കും ജനം ടിവിയുടെ ഭാഗത്ത് നിന്നും പുതുവത്സര ആശംസകൾ നേരുകയാണ്. വിനോദ്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം ന്യൂ ഇയറിന് എന്താ പരിപാടി എന്നതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുന്നത്, ആഘോഷിക്കുന്നത് എന്നതാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. അർദ്ധരാത്രി 12:30 വരെ മാത്രമാണ് ആഘോഷങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഡൽഹി എന്നിവിടങ്ങളിലെ പുതുവർഷ ആഘോഷങ്ങളുടെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്, ഒപ്പം ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും കൂടി ചേരുകയാണ്. ടിൻഡു, സുധീഷ്, ദിസ്ന, ജിഷ്ണു, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഇന്ന് അതെ, ഡൽഹിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജിഷ്ണു, നമുക്കറിയാം ഇന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ പുതിയ വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഡൽഹിയിൽ വലിയ ആഘോഷ പരിപാടികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ആശങ്ക കൂടി ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ജിഷ്ണു തന്നെയാണ് റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ചില സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. കാരണം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതുവത്സരാഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൂടി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ദേവിക, വിനോദ്, നമസ്തേ. പുതുവത്സരാശംസകൾ. ഒപ്പം പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഡൽഹി ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചും ഒപ്പം രാജ്യത്ത് 7 ദിവസത്തെ ഒരു ദേശീയ ദുഃഖാചരണം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങലിനെ തുടർന്ന് ദേശീയ ദുഃഖാചരണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഡൽഹിയിൽ സർക്കാർ തലത്തിലുള്ള പരിപാടികളോ ഒത്തുചേരലുകളോ
ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഡൽഹിയെ സംബന്ധിച്ച് വലിയ കനത്ത സുരക്ഷ നിലനിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഡൽഹിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ പലപ്പോഴും നടക്കാറില്ല. ഡൽഹിയിൽ CP കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ ആഘോഷ പരിപാടികൾ ഉണ്ടാകും. പിന്നീട് ഡൽഹി അതിർത്തി പ്രദേശങ്ങളിൽ ഗുഡ്ഗാവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ അതെല്ലാം ഇത്തവണയും നടക്കുന്നുണ്ട്. യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങൾ പരിശോധിക്കുമ്പോഴും മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത തുടങ്ങിയ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ പുതുവത്സരത്തെ വരവേൽക്കുന്നതിനുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് ദേവിക തന്നെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നത് പോലെ രഹസ്യാന്വേഷണ വിഭാഗം ലഭിച്ച ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. അതായത് പുതുവത്സര ആഘോഷങ്ങൾക്കിടയിലും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഭീകരാക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഭീകര നീക്കം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യത്തിന്റെ അതിർത്തി മേഖലകളിലും പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലും ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. 3 ലെയർ സുരക്ഷയാണ് പതിവിൽ കഴിഞ്ഞ് 3 ലെയർ സുരക്ഷ ഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ആഘോഷവേളകളിൽ രാജ്യത്തിനകത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ, സ്ഫോടനങ്ങൾ നടത്താൻ ഭീകരശക്തികൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇത് നമ്മുടെ സുരക്ഷാ സേനയും സുരക്ഷാ ക്രമീകരണങ്ങളും അത്രയധികം ശക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുതുവത്സരമാണെങ്കിലും ദീപാവലിയും അത്തരത്തിലുള്ള ആഘോഷവേളകൾ ആഘോഷത്തിൻ്റെത് മാത്രമാക്കി രാജ്യത്തെ സുരക്ഷിതമാക്കാൻ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് സമാനമായി ഈ പുതുവത്സരവും കടന്നുപോകുമെന്ന ആത്മവിശ്വാസമാണ് ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ സുരക്ഷാ സേന മുൻപോട്ട് വെച്ചിട്ടുള്ള. അത്തരത്തിൽ പതിവ് സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതിലുപരി പുതുവത്സരത്തെ ആഘോഷമാക്കാനുള്ള, ആവേശത്തോടെ വരവേൽക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഡൽഹിയിലും നടക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയും CP കേന്ദ്രീകരിച്ചുകൊണ്ടാകും സെൻട്രൽ ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ ഉണ്ടാവുക. മറ്റ് സർക്കാർ തരത്തിലുള്ള ഒത്തുചേരലോ ആഘോഷ പരിപാടികളോ ഉണ്ടാകില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങലാണ്. അതെ, ഡൽഹിയിൽ അങ്ങനെയാണ്. മുൻ പ്രധാനമന്ത്രി മരിച്ചതിൻ്റെ ദുഃഖാചരണം നടക്കുന്നത് കൊണ്ട് ഡൽഹിയിൽ വലിയ ആഘോഷമില്ല. ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ ആദ്യം ടിൻഡുവിലേക്ക് വരാം. ടിൻഡു, തലസ്ഥാനം കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം കൊച്ചിയിലൊക്കെ ആണ് എന്ന് പറഞ്ഞാലും തലസ്ഥാന ജില്ലയിലെ ആഘോഷം, പ്രത്യേകിച്ചും കോവളം പോലെയുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ട് ആഘോഷങ്ങൾക്ക് അവിടെ കുറവുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ തലവേദന പോലീസിനാണ്. ഇന്നത്തെ ഒരു ദിവസം കടന്നു കിട്ടാൻ പോലീസിൻ്റെ സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ തട്ടുകടയിൽ ദോശ കഴിക്കാൻ പോയപ്പോൾ തട്ടുകടക്കാരൻ പറയുമായിരുന്നു, നാളെ തട്ടുകടയൊന്നും പാടില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കാരണം സുരക്ഷ മുൻകൂട്ടി അത്തരം കാര്യങ്ങൾ പോലും പോലീസ് ശ്രദ്ധിക്കുകയാണ്. കാരണം ആളുകൾ അങ്ങനെ കൂടിയ അത്തരം കടകൾ പ്രശ്നമുണ്ടാകാതിരിക്കാൻ അതെല്ലാം പോലീസ് നിയന്ത്രിച്ച് ഒരു കുഴപ്പവുമില്ലാതെ ഇന്നത്തെ ദിവസം ഒന്ന് കടത്തിവിടുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന. അപ്പോൾ തലസ്ഥാനത്ത് പോലീസിൻ്റെ ഒരു ജാഗ്രത, ഇവിടുത്തെ ആഘോഷങ്ങൾ, അതൊക്കെ ഒന്ന് പറയാമോ ടിൻഡു? വിനോദ്, ദേവിക, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 12:30 വരെ ആഘോഷ പരിപാടികൾക്ക് അനുമതി നൽകിയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 12:30 മണിക്കുള്ളിൽ തന്നെ എല്ലാ ആഘോഷ പരിപാടികളും അവസാനിപ്പിച്ച് തലസ്ഥാനം ശാന്തമാക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉള്ളത്. ഏതാണ്ട് 350ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിവിധ ഇടങ്ങളിലായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് വരുന്നത് കോവളം, ശംഖുമുഖം, വർക്കല, ഇത് മൂന്നുമാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. ഇവിടെ വർക്കലയും കോവളത്തുമാണ് അതീവ സുരക്ഷ വേണ്ട മേഖലയിൽ. കാരണം നമുക്കറിയാം കോവളവും എന്ന് പറയുന്നത് സീസൺ ടൈമാണ്. അപ്പോൾ ഒരുപാട് വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളും അതോടൊപ്പം തന്നെ സ്വദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഒക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് വർക്കലയിലും അതോടൊപ്പം തന്നെ ഈ കോവളത്തുമാണ്. അവിടെ DJ പാർട്ടികൾ നടത്തുന്ന ഹോട്ടലുകളുമായിട്ട് എക്സൈസ് വകുപ്പും എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഒരു
യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ അവരുമായിട്ട് അതായത് ഈ 3 പേരും ഒരുമിച്ച് തന്നെ ഹോട്ടൽ ഉടമകളും അതോടൊപ്പം തന്നെ എക്സൈസ് അതോടൊപ്പം പോലീസ് ഇവർ 3 പേരും ഒരുമിച്ച് കൊണ്ട് പരിശോധനകളൊക്കെ കർശനമാക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുമ്പായിട്ട് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും 15 ബോർഡർ മേഖലകളാണുള്ളത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഈ 15 ബോർഡർ മേഖലകളിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടെടുത്ത് പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രധാനമായിട്ട് ആഘോഷങ്ങൾ നടത്തുന്നിടത്തും റാപ്പിഡ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. റാപ്പിഡ് ടെസ്റ്റ് പ്രധാനമായിട്ടും രാസലഹരികളും അതോടൊപ്പം തന്നെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവരെയൊക്കെ കണ്ടെത്താനായിട്ടാണ്. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ആഘോഷപൂർവ്വമായിട്ട് സമാധാനപൂർവ്വമായിട്ട് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തീർക്കാനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. രാത്രി 12:30 വരെയുള്ളൂ ആഘോഷ പരിപാടികൾ. അതിനുശേഷം നമുക്കറിയാം പ്രധാനമായിട്ട് ഒരു ന്യൂ ഇയർ ആഘോഷം അല്ലെങ്കിൽ ഒരു പുതുവത്സര ആഘോഷം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകളിലെല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകളൊക്കെ കർശനമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചെക്ക് പോയിന്റുകളിലൊക്കെ പരിശോധനകളൊക്കെ കർശനമാക്കിയിട്ടുണ്ട്. ആഘോഷ പരിപാടികൾ 12:30 വരെ അനുമതി നൽകിയിട്ടുള്ളൂ. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ കടകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പരിശോധനകളൊക്കെ അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുള്ളത്. മുൻ വർഷങ്ങളിലെ പോലെ 12:30 മണി വരെ DJ പാർട്ടികൾ നടത്തുന്നിടത്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഈ 3 സ്ഥലങ്ങൾ കൂടാതെ കനകക്കുന്ന് അതോടൊപ്പം തന്നെ മ്യൂസിയം തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ആഘോഷ പരിപാടികളുണ്ട്. മാനവീയത്തും പരിപാടി കാണുമല്ലോ ടിൻഡു. മാനവീയം തീർച്ചയായിട്ടും മാനവീയത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം ഒരുപക്ഷെ 2 വർഷങ്ങളായിട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ മാനവീയത്തെ ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും സംഘടിപ്പിച്ചിട്ടുള്ളത്. മാനവീയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ റാപ്പിഡ് ടെസ്റ്റ് ടീം പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് അവിടെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ ഈ മാനവീയം വീതിയിൽ തന്നെ ഏതാണ്ട് 12 പേരാണ് ഈ റാപ്പിഡ് ടെസ്റ്റിൽ പിടിവീണിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ അതായത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികളോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2024 പ്രശ്നങ്ങളും നമുക്ക് വന്ന ആ ഒരു ജീവിത രീതിയൊക്കെ മാറിക്കൊണ്ട് ആഘോഷപൂർവ്വമായിട്ട് ഈ ഒരു രാത്രി മുഴുവനായിട്ട് ആഘോഷിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. എന്തായാലും 12:30 മണി വരെ പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആഘോഷ പരിപാടികൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ടിൻഡുവും ആഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുത്തല്ലേ പുതുവത്സരത്തെ വരവേൽക്കുക. കൊച്ചിയിൽ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആഘോഷ പരിപാടികൾ നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലാണ്. സുധീഷും ഇന്ന് പുതുവത്സരാഘോഷ പരിപാടികളിലെല്ലാം പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെയധികം ആഘോഷം, എനിക്ക് തോന്നുന്നു ഓരോ മുക്കിലും മൂലയിലും ആഘോഷമാണ് കൊച്ചിയിൽ ഇന്ന് അർദ്ധരാത്രി. പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളും പാലിക്കേണ്ട ചില മര്യാദകളും അല്ലെ അച്ചടക്കങ്ങളും എല്ലാം ഉണ്ട്. ഓരോ പൗരനും അത് പാലിച്ചുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ്. കൊച്ചിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, കൊച്ചിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തുള്ള പാപ്പാഞ്ഞി കത്തിക്കലാണ്. അവിടേക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 വർഷം മുമ്പ് അവിടെ തിക്കും തിരക്കും അപകടം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ സാധാരണഗതിയിൽ അവിടെ പരേഡ് ഗ്രൗണ്ടിലും പാപ്പാഞ്ഞി കത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്ന് അവിടുത്തെ കാർണിവൽ സംഘടന നടത്താറുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തടിച്ചുകൂടുന്നത് ഈ വെളി ഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അവിടെ പ്രതീക്ഷിക്കുന്നു. അവിടെ 80,000 പേരെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതിൽ കവിഞ്ഞ് ആൾക്കാർ വരുമോ എന്ന ആശങ്ക പോലീസിനുൾപ്പെടെയുണ്ട്. ഇവിടേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനത്തിൽ വലിയ നിയന്ത്രണമുണ്ട്. 18 ഗ്രൗണ്ടുകൾ പാർക്കിങ്ങിനായി അവിടെ തരപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് വാഹനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ റോഡിൽ പാർക്ക് ചെയ്യാൻ ഒരു കാരണവശാലും വാഹനങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരടക്കം
റോഡുകളിൽ പാർക്ക് ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. അത്തരം വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ എത്തുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായി എല്ലാ വർഷവും അനുഭവപ്പെടുന്നത് ഈ പാപ്പാഞ്ഞി കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ജനങ്ങൾക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചി മെട്രോയും അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയും അധിക സർവീസുകൾ രാത്രി 12 മണി മുതൽ ആരംഭിക്കും. 12 മണി മുതൽ 2 മണി വരെയാവും മെട്രോ സർവീസുകൾ ഉണ്ടാവുക. വാട്ടർ മെട്രോയുടെ സർവീസ് പുലർച്ചെ വരെയും ഉണ്ടാവും. അവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഹൈക്കോടതി ജംഗ്ഷനിലേക്കും മറ്റും വാട്ടർ മെട്രോയിലും എത്താനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് 50 ബസ്സുകൾ, സ്വകാര്യ ബസ്സുകളുടെ സ്പെഷ്യൽ പെർമിറ്റ് അനുവദിച്ചുകൊണ്ടുള്ള സർവീസ് ഉണ്ടാവും. KSRTCയോടും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ എത്തരത്തിൽ സർവീസ് നൽകും എന്നത് സംബന്ധിച്ച് ഇന്ന് മാത്രമേ കൃത്യമായ ഒരു വിവരം ലഭിക്കൂ എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിൽ ജനങ്ങളെ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കുന്നുണ്ട്. ആ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഈ തവണ കാര്യങ്ങൾ ക്രമീകരിച്ചു എന്നതാണ് ഇവർ പറയുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ ഇത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിന് പുറമെ കൊച്ചു കൊച്ചു പാപ്പാഞ്ഞികളെ ഒരുക്കിക്കൊണ്ടുള്ള നിരവധി ആഘോഷങ്ങളും ഈ മേഖലയിലെല്ലാം തന്നെ കാണും. എല്ലാവരും തന്നെ ഈ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള വലിയ ആവേശത്തിലാണ്. ഈ ആവേശം അതിര് കടക്കുമോ എന്ന ആശങ്കയാണ് പിന്നീട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും രാത്രി മുതൽ പുലർച്ചെ വരെയും പരിശോധനകൾ ഉണ്ടാകുമെന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമം, ഇതൊക്കെ തടയുന്നതിന് വേണ്ടി വനിതാ പോലീസുകാരെ കൂടുതലായി നിയോഗിച്ചിട്ടുണ്ട്. 1000 പോലീസുകാരെയാണ് ഫോർട്ട് കൊച്ചി വെളി മൈതാനവുമായി ബന്ധപ്പെട്ട് മാത്രം നിയോഗിച്ചിട്ടുള്ളത്. അതിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരും ഉൾപ്പെടുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ CCTV അവിടെ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം വൈദ്യുതി ബന്ധം നിലയ്ക്കാതിരിക്കുന്നതിന് KSEBക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ജനറേറ്റർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിലെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ മറ്റ് പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ നവവത്സര ആഘോഷം ഫോർട്ട് കൊച്ചിയിൽ ആഘോഷിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനു പുറമെയാണ് മറ്റിടങ്ങളിലെ പാപ്പാഞ്ഞികളും എല്ലായിടത്തും തന്നെ മറ്റ് അക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. അവിടെ പാപ്പാഞ്ഞി കത്തിക്കൽ അടക്കമുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ആദ്യമേ തന്നെ പുതുവത്സര ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. അവിടെ കോഴിക്കോട് പുതുവത്സര ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ബീച്ചിലായിരിക്കും പ്രധാനപ്പെട്ട ആഘോഷം നടക്കുക. അവിടെ കോഴിക്കോട് മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ആഘോഷങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ദിസ്ന? ദേവിക വിനോദ്, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അഡ്വാൻസായി നേരുകയാണ്. എന്തായാലും ഏതൊരു ആഘോഷമാവട്ടെ കോഴിക്കോട് വളരെ വൈബായിട്ട് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വർഷത്തെ പുതുവത്സരത്തെ വരവേൽക്കാൻ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് കോഴിക്കോട് നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ബീച്ച്, മാനാഞ്ചിറ, വരക്കൽ ബീച്ച് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള പുതുവത്സര ആഘോഷങ്ങൾ നടക്കാറ്. 12 മണി വരെയാണ് ആഘോഷങ്ങൾ ഉള്ളത്. 1 മണിയോടുകൂടി എല്ലാ ആഘോഷങ്ങളും നിർത്തണം എന്നൊരു കാര്യം തന്നെയാണ് ഈ പോലീസ് സേനയെ അടക്കം നിർദ്ദേശിച്ചിരിക്കുന്നത്. കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം എന്നൊരു കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ മാത്രം ആഘോഷ പരിപാടികൾ നടത്തുക, ഗതാഗത നിയന്ത്രണവും കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈകുന്നേരം 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ഉന്നത പോലീസ് അധികൃതരിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മാനാഞ്ചിറയിലാണ്. ഇവിടെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ലൈറ്റും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് കോഴിക്കോട് എന്ന് പറയാൻ സാധിക്കും. വിനോദ്, മിഠായി തെരുവാവട്ടെ, കൂടാതെ ബീച്ചാവട്ടെ, മാനാഞ്ചിറയാവട്ടെ, വരയ്ക്കൽ ബീച്ചാവട്ടെ, എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് കോഴിക്കോട് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഇവിടെയൊക്കെ തന്നെയും ആളുകളെ കൊണ്ട് നിറയും. അത്തരത്തിൽ
അത്തരത്തിൽ വലിയ രീതിയിൽ പുതുവർഷത്തെ വരവേൽക്കുവാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് കോഴിക്കോട്. നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ആഘോഷമാകട്ടെ കോഴിക്കോട് വളരെ വൈബായി തന്നെ നിൽക്കും. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ഉണ്ടാവാറുള്ളത്. ഈ പുതുവർഷത്തെയും വരവേൽക്കുവാൻ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും നിയന്ത്രണങ്ങളും തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ലൈറ്റിന്റെ ഉദ്ഘാടനമൊക്കെ തന്നെയും കോഴിക്കോട് മേയറുടെ നേതൃത്വത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്നത്. അത്തരത്തിൽ ഈ ലൈറ്റുകളൊക്കെ കാണാൻ വലിയ രീതിയിലുള്ള ആളുകളാണ് ഈ മാനാഞ്ചിറ സ്ക്വയറിലൊക്കെ തന്നെയും വന്നിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വിവിധ ആളുകളായിരിക്കും ഇവിടെ എത്തുക. വലിയ രീതിയിൽ ഫാമിലിയായും ബാച്ചിലേഴ്സ് ആയും കുട്ടികളായും ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് കോഴിക്കോട് ഒരുങ്ങിയിരിക്കുന്നത്. മാനാഞ്ചിറ സ്ക്വയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിൽ പ്രകാശപൂരിതമാക്കി 2025 പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് വിനോദ്. അതെ, തീർച്ചയായും വലിയ ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. രാജ്യവ്യാപകമായിട്ടുള്ള ആഘോഷങ്ങളുടെ റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു, അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും സുധീഷ്, കോഴിക്കോട് നിന്നും ദിസ്ന, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരെല്ലാം, നിങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ഉഷ നെല്ലൂർ, അഷ്റഫ്, മുരളീധരൻ, രാധാകൃഷ്ണൻ, അങ്ങനെ നിരവധി പ്രേക്ഷകർ. ഇതിൽ നമുക്ക് PRP കുറിപ്പ് അടക്കം, RK വൈകുണ്ഠം അടക്കം നിരവധി ആളുകൾ ഈ നിൽക്കുന്ന എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. മാത്രവുമല്ല, നമ്മളിനി പുത്തൻപുലരിയിൽ ഇവരെ കണ്ടുമുട്ടുന്നത് അടുത്ത വർഷമാണ് എന്നുള്ളൊരു സ്ഥിരം തമാശ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് നമുക്ക് അവസാനിപ്പിക്കാം. പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ജില്ലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ നേരിട്ട് എത്തി വിലയിരുത്തി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ. 350 പോലീസുകാരെ പ്രധാന ആഘോഷ കേന്ദ്രങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. രാത്രി 12:30 വരെ മാത്രം ആഘോഷങ്ങൾക്ക് അനുമതി. എക്സൈസുമായി ചേർന്നുകൊണ്ട് DJ പോയിന്റുകളിൽ പരിശോധനകൾ നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ജനൻ TVയോട് പ്രതികരിച്ചു. 2025 ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്താനുമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സിറ്റിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് വിലയിരുത്തലുകൾ എങ്ങനെയാണെന്ന് അറിയാം. സാർ, എങ്ങനെയാണ് ഈ വർഷത്തെ മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സിറ്റിയിലെ ന്യൂ ഇയർ സെലിബ്രേഷൻസ്ക്ക് വേണ്ടിയുള്ള ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അതുമാത്രമല്ല, ആൾമോസ്റ്റ് 1300 പോലീസ് പേഴ്സണൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നു മുതൽ എല്ലാ ബോർഡർ ചെക്കിംഗ് പോയിൻറ്റ്സും, അത് ആൾമോസ്റ്റ് 15 ബോർഡർ ചെക്കിംഗ് പോയിൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വെഹിക്കിൾ ചെക്കിംഗ് പോയിൻറ്റ്സ് ആൻഡ് പെട്രോളിങ്സ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിലെ കോവളം, ശംഖുമുഖം, കനകക്കുന്നും, പിന്നെ ടെക്നോ പാർക്ക് ഏരിയ, ലുലു മാൾ, ഇങ്ങനെ പോലെ ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങളിൽ ആൻഡ് സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം നല്ലപോലെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് നടത്തണം. ഇൻസിഡൻറ്റ് ഫ്രീ ആയിട്ട് സംഭവങ്ങൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നടപടികളാണ് എടുക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 12:30 വരെ മാത്രം സെലിബ്രേഷൻസ് നടത്താനുള്ള ഒരു പെർമിഷൻ ഉണ്ടാകും. അതാണ്. സർ, ഇപ്പോൾ കോവളത്തും വർക്കലയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് പരിശോധനകൾ നടത്തി ലഹരി മരുന്നൊക്കെ പിടിച്ചെടുത്തപ്പോൾ അത്തരത്തിലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? നമ്മൾ മുൻകൂട്ടിയായിട്ട് എല്ലാ ഈ ഹോട്ടൽസും ഈ DJ പാർട്ടീസ് എവിടെ നടത്തുന്നുണ്ടോ എല്ലാ SHOമാരും, അതായത് ഹോട്ടൽസ് നടത്തുന്ന ആൾക്കാരോട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജോയിൻറ്റ് റെയ്ഡ്സ് നടത്താൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റേ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആൻഡ് DJ പാർട്ടി നടത്തുന്ന സമയത്ത് ആരാരൻ പങ്കെടുക്കുന്നുണ്ട്, അവന്മാർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും വിതൗട്ട് എനി ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് നമ്മൾ ചെയ്തത്. 12:30 വരെയാണ് ആഘോഷ പരിപാടികൾ. അതിനുശേഷം റോഡുകളിൽ പരിശോധന അതെങ്ങനെയായിരിക്കും? കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിലുള്ള ആക്സിഡന്റുകളൊക്കെ പതിവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിശോധനകൾ എങ്ങനെയാണ്? അതാണ് നമ്മളിപ്പോൾ ചെക്ക് പോയിന്റ്സ്, വെഹിക്കിൾ ചെക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പെട്രോളിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബോർഡർ ചെക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വിതൗട്ട് എനി ഇൻസിഡൻസ് ന്യൂ ഇയർ ഹാസ് ടു ഗോ ഓഫ്. അത് മാത്രമല്ല, ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ പാടില്ല. ന്യൂ ഇയർ സെലിബ്രേഷൻ ഷുഡ് നോട്ട് ബിക്കം ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ പാടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ഈ 12:30 ആൾമോസ്റ്റ് എല്ലാ സെലിബ്രേഷൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, ചെക്കിംഗ് പോയിന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ചെക്കിംഗ് ഉണ്ടാകും. കടകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കടകൾ അടയ്ക്കാൻ കടകൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയം മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്.
സോ ദാറ്റ് വിത്തൗട്ട് എനി ഇഷ്യൂസ് നമ്മൾ നടത്തുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും 300-ലധികം പോലീസുകാരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് ആഘോഷപൂർവ്വമായിട്ടാണ് 2025 വരവേൽക്കാനായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നത്. ക്യാമറമാൻ വിജു എം സായിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് വളരെയധികം ആഘോഷപരമായി ആഘോഷിക്കേണ്ട ഒരു രാത്രി തന്നെയാണ്. പക്ഷേ അതിർവരമ്പുകൾ കടന്ന് ആഘോഷ പരിപാടികൾ കൊണ്ടുപോകാതിരിക്കുക, സ്വയം അച്ചടക്കം പാലിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടിയല്ലേ പുതുവത്സരാശംസകൾ നേരുകയാണ്. മറ്റ് റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കുമ്പോൾ വ്യാപക പോലീസ് പരിശോധനകളിൽ ഉൾവലിഞ്ഞ ലഹരി സംഘങ്ങൾ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ മുന്നിൽ കണ്ട് വളരെ നേരത്തെ തന്നെ പോലീസും എക്സൈസും ലഹരി സംഘങ്ങൾക്കായി വല വിരിച്ചിരുന്നു. മഫ്തിയിലും വേഷപ്രച്ഛന്നരായി നടത്തിയ നിരീക്ഷണങ്ങൾ ലഹരി ഇടപാടുകളിലെ നിരവധി കണ്ണികൾ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ഇത്തരം ലഹരി മാഫിയകൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സമയവും കൂടിയാണല്ലോ ഇത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് പരിശോധനകൾ അല്ലെങ്കിൽ എക്സൈസിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ദൈവിക മുൻകാലങ്ങളിലൊക്കെയും ഏറ്റവും പ്രധാനമായും ഇത്തരം പുതുവത്സരാഘോഷം, ക്രിസ്മസ്, ഓണം ഇതുപോലുള്ള ആഘോഷങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായും സ്പിരിറ്റ് ഇല്ലെങ്കിൽ വ്യാജമദ്യം ഇത്തരമായിരുന്നു ഭീഷണി ഉയർത്തിയിരുന്നതെങ്കിൽ ഇപ്പോഴത് സിന്തറ്റിക് ലഹരി വസ്തുക്കളിലേക്ക് മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കേന്ദ്രം കൊച്ചിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് നവംബർ ആദ്യം മുതൽ തന്നെ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ പരിശോധനകളും എല്ലാം തന്നെ നടത്തിയിരുന്നു. അതിൽ പലരും പിടിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ പിടിയിലായവരൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായും ചെറു കണ്ണികളിൽപ്പെട്ട ഇല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഇതിൻ്റെ അവസാന ഉപയോഗിക്കുന്നവരോ ഇല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നവരോ ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ സ്രോതസ്സിലേക്ക് കടന്ന ചില അന്വേഷണങ്ങളും നടന്നിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും അത് കൊച്ചിയിലേക്ക് അടക്കം കൊണ്ടുവരുന്നതും ഗോവയിലും കൊച്ചിയിലും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കണ്ണികളെയും വിദേശ നൈജീരിയയിൽ നിന്നും മറ്റുമുള്ളവരെ ഉൾപ്പെടെ പിടികൂടാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള ഇടപെടലുകൾ ഈ പുതുവത്സരാഘോഷങ്ങളിൽ ഇത്തരം ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു എന്നതാണ് പോലീസിൻ്റെ പ്രതീക്ഷ. അത്തരത്തിൽ ഈ അടുത്തിടെയും സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായി ആൾക്കാരെ പിടികൂടാൻ സാധിച്ചിരുന്നു. എന്നാൽ അത് എത്രത്തോളം പ്രയോജനകരമായി എന്നത് വരും ദിവസങ്ങളിലേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇന്നും അത്തരം ലഹരി ഉപയോഗങ്ങളും മറ്റും തടയുന്നതിനുള്ള കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും. അത് എക്സൈസും റവന്യൂ, പോലീസ് ഈ 3 വകുപ്പുകൾ സംയുക്തമായ രീതിയിലുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ നടത്തുന്നു എന്നതാണ് പറയുന്നത്. അതിനായി മഫ്തിയിലും മറ്റും പോലീസുകാരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചിട്ടുമുണ്ട്. ആ രീതിയിൽ ഇവർക്ക് തടയിടാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മട്ടാഞ്ചേരി സ്വദേശികളായ തൗഫീഖ്, ഷമീർ എന്നിവരെ പിടികൂടിയിരുന്നു. അവരെ ഇപ്പോൾ റിമാൻഡിലാണ്. ആ രീതിയിൽ കൃത്യമായ പരിശോധനകൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഭയമുണ്ട്. പിടിക്കപ്പെടുമോ എന്ന ഭയത്തോടെ അത്തരം ഒരു ഉൾവലിയൽ ഉണ്ടായിട്ടുണ്ടെന്നാൽ നിത്യവും ഉപയോഗിക്കുന്നില്ല. ഈ ആഘോഷ പരിപാടികൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയാത്തവരുണ്ട്. DJ പാർട്ടികളിൽ ഇത്തരം ലഹരികൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ പുതുവത്സര ആഘോഷങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതും. ദേവിക. ശരി സുധീഷ്. ഇനി ദേവിക, നമുക്ക് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ വാർത്തകളിലേക്ക് വരാം. ശിവഗിരി തീർത്ഥാടന മഹാമഹം തുടരുകയാണ്. ഇന്നത്തെ തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. 3 ദിവസങ്ങളിലായി 10 സമ്മേളനങ്ങളാണ് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. നാളെയാണ് തീർത്ഥാടന സമാപനം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്നലെ രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. ഇന്ന് നടക്കുന്ന തീർത്ഥാടന ഘോഷയാത്രയിൽ എല്ലാ പദയാത്രികരും അണിനിരക്കും. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡു, ശിവഗിരിയിൽ തീർത്ഥാടനത്തിൻ്റെ കാലമാണ്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് ശ്രീനാരായണീയരാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ന് നടക്കുന്ന മഹാസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതുപോലെ തന്നെ തീർത്ഥാടന ഘോഷയാത്രയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ പീതവസ്ത്രധാരികളായി നിരവധി ശ്രീനാരായണീയ ഭക്തരാണ് പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ടിൻഡുദാസ്. വിനോദ്, 92ാമത് തീർത്ഥാടനമാണ് നാളെ പരിസമാപിക്കുന്നത്. ഈ തീർത്ഥാടന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ശ്രീനാരായണ ഗുരുഭക്തർ ഇന്ന് അണിനിരക്കും. ഇന്ന് രാവിലെ 5:30 ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതായത് മഹാമഹത്തിൻ്റെ ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. സമാധിയിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഇന്ന് 10 മണിക്ക് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ
മഹാതീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലായി ഏതാണ്ട് 10ഓളം സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാസമ്മേളനവും കൂടിയാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത്. 3 ദിവസം പ്രാദേശികമായി അവധി കൊടുത്തുകൊണ്ട് നടത്തുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണീയർ അവിടെ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഈ ധർമ്മസംസ്ഥാപനത്തെ പറ്റിയിട്ട് വിവിധ സമ്മേളനങ്ങൾ നടത്തും. സമ്മേളനത്തിൽ വിവിധ മത വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട മിക്ക ഇടങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട മതപുരോഹിതന്മാരും അതോടൊപ്പം തന്നെ മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് സമ്മേളനത്തിന്റെ സമാപനം. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. 10 മണിക്കാണ് മുഖ്യമന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ വത്തിക്കാനിൽ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വം പരാമർശിക്കപ്പെട്ടതിന് പിന്നാലെ നടക്കുന്ന വളരെ ആത്മീയമായി നടക്കുന്ന ഒരു മഹാസമ്മേളനവും കൂടിയാണ്. പ്രധാനപ്പെട്ട മന്ത്രിമാര് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാര് സാംസ്കാരിക നായകന്മാരൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് ഇതിന്റെ മഹാസമ്മേളനത്തിന്റെ ഘോഷയാത്ര രാവിലെ 5:30 ശാരദാ മഠത്തിൽ നിന്നും ആരതി ഒഴിഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 8:30 വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന പദയാത്രികർ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ശിവഗിരിയിൽ ഒത്തുകൂടും. അവിടെ പിന്നീട് മഹാസമ്മേളനമാണ്. മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വിനോദ്. ശിവഗിരി തീർത്ഥാടനം തുടരുകയാണ്. ഇന്ന് നടക്കുന്ന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് ശ്രീനാരായണീയരാണ് ഈ ശിവഗിരിയിലെ തീർത്ഥാടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്. പെഹ്ലാ തിരങ്ക എന്ന ഹിന്ദി ദേശഭക്തി ഗാനത്തിന്റെ പ്രകാശനം സിനിമാ സംവിധായകനും അഭിനേതാവുമായ മേജർ രവി നിർവഹിച്ചു. ശ്രീഭാവം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച സംഗീത ദൃശ്യാവിഷ്കാരം നേതാജി സുഭാഷ് ചന്ദ്രബോസിന് സമർപ്പിതമായാണ് ഒരുക്കിയിരിക്കുന്നത്. ആൻഡമാനിലായിരുന്നു പെഹ്ലാ തിരങ്കയുടെ ചിത്രീകരണം. സ്വാതന്ത്ര്യ സമര പോരാളിയായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് സമർപ്പിതമായാണ് പെഹ്ലാ തിരങ്ക എന്ന സംഗീത ദൃശ്യാവിഷ്കാരം 1943 ഡിസംബർ 30 ആൻഡമാനിൽ നേതാജി ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയ സ്മരണകൾ പുതുക്കിക്കൊണ്ട് പൂർണ്ണമായും ആൻഡമാനിൽ തന്നെ ചിത്രീകരിച്ചുവെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സംഗീത ശില്പത്തിന്. മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ഹിന്ദി ദേശഭക്തി ഗാനത്തിന്റെ വീഡിയോ പ്രകാശനം സംവിധായകനും അഭിനേതാവുമായ മേജർ രവി നിർവഹിച്ചു. ടി ജയശ്രീ നിർമ്മാണവും SN ശ്രീപ്രകാശ് സംവിധാനവും നിർവഹിച്ച പെഹ്ലാ തിരങ്കയ്ക്കായി വരികൾ എഴുതിയിരിക്കുന്നത് പ്രിയങ്ക താലൂക്ദാറും ഛായാഗ്രാഹകൻ N അയ്യപ്പനും ആണ്. കിളിമാനൂർ കൊട്ടാരത്തിലെ രാമവർമ്മ തമ്പുരാനാണ് സംഗീത സംവിധാനം. ജനം, കൊച്ചി. പാലക്കാട് കീഴത്തൂരിൽ വാഹനങ്ങൾ തകർത്ത സംഭവത്തിൽ 6 പേർ പിടിയിൽ. തമിഴ്നാട്ടിൽ നിന്ന് കോട്ടായി പോലീസാണ് ഇവരെ പിടികൂടിയത്. ഡിസംബർ 21 കീഴത്തൂർ സ്വദേശിയുടെ വീടിന് മുമ്പിൽ നിർത്തിയിട്ട വാഹനങ്ങൾ അക്രമികൾ തകർത്തത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. ഡിസംബർ 21 പുലർച്ചെ 4 മണിയോടുകൂടെ കീഴത്തൂർ പള്ളിമുക്കിലുള്ള കാജ ഹുസൈന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ അക്രമികൾ തകർത്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 6 പേരെ കോട്ടായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. കോങ്ങാട് പുളിക്കൽ സ്വദേശിയായ ശ്യാംപ്രകാശ്, മണ്ണൂർ കിഴക്കുംപുറം കുറുക്കൻ പറമ്പ് സ്വദേശിയായ അമീർ, കൊടുന്തിരപ്പള്ളി സ്വദേശി മുഹമ്മദ് റാഫി, അതേപോലെ കൊടുന്തിരപ്പള്ളി സ്വദേശിയായ കാടൂർ മമ്പാഴ സാഗർ, കടമ്പഴിപ്പുറം കളരിക്കൽ സ്വദേശിയായ വൈശാഖൻ, കൊടുന്തിരിപ്പുള്ള മാമ്പറ കാടൂർ MSF സ്വദേശിയായ ഫാസിൽ എന്നിവരെയാണ് തമിഴ്നാട് നിന്ന്
സ്പോട്ടായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. പോലീസ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ഹാരിഫിന്റെ സുഹൃത്തിന്റെ കല്യാണ ചടങ്ങിലേക്ക് 60 ജുബ്ബകൾ വാടകയ്ക്ക് എടുത്തിരുന്നു. ഇതിൽ ഒരു ജുബ്ബയും വാടകയ്ക്ക് എടുത്ത ഇനത്തിൽ ഒരു 5000 രൂപയും ഇവർ തിരിച്ചു കൊടുക്കാനായി ഉണ്ടായിരുന്നു. ഇത് ചോദിക്കാനെത്തിയ സാഗറിനെയും കൂട്ടുകാരനെയും മുബാറക്കും കൂട്ടുകാരും ചേർന്ന് തല്ലിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് ഈ സംഭവത്തിൽ പറയുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വയനാട് DCC ട്രഷററും മകന്റെയും ആത്മഹത്യയിൽ സമരം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച BJP നാളെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ബാങ്ക് നിയമന കരാറുമായി ബന്ധപ്പെട്ട് MLA IC ബാലകൃഷ്ണനെതിരെ അടക്കം ആരോപണം ഉയർന്നത് കോൺഗ്രസിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. അർജുൻ PS ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, നാളെ വലിയ പ്രതിഷേധ പരിപാടിയാണല്ലോ BJP നടത്താൻ ഇരിക്കുന്നത്, മറ്റ് വിവരങ്ങളും കൂടി. ഗുഡ് മോർണിംഗ്. ഇന്നാണ് പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവുക. ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോടെ BJPയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും IC ബാലകൃഷ്ണനെതിരെയാണ് ഇപ്പോൾ പ്രധാനമായും ആരോപണം ഉയർന്നു വരുന്നത്. നിരവധി തവണ MLA ആയ വ്യക്തിയാണ്, അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത് എന്നുള്ളത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച രേഖകളടക്കം പുറത്തു വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ ട്രഷറർ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ട്രഷററും മകനും മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു രേഖ പുറത്തു വന്നത്. അതായത് ആ രേഖയിൽ പറയുന്നത് IC ബാലകൃഷ്ണൻ അടക്കം മറ്റൊരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അവരുടെ മകന് ജോലി വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു രേഖയിൽ പറയുന്നത്. അതായത് തങ്ങളുടെ ബാങ്കുകളിൽ ഒന്നിൽ ഈ ഇദ്ദേഹത്തിന്റെ മകന് ജോലി വാങ്ങി നൽകാം, അത്തരത്തിൽ 30 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ഒരു രേഖ അടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ മരണപ്പെട്ട ട്രഷററും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ പേരുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ IC ബാലകൃഷ്ണനെതിരെ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെ ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. അതായത് ഇവരുടെ ആത്മഹത്യ, ഈ ട്രഷററുടെയും മകന്റെ ആത്മഹത്യ അന്വേഷിക്കുന്ന പോലീസ് തന്നെയാണ് ഈ ഒരു കാര്യം, അതായത് ഈ ക്രമക്കേട്, ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് അന്വേഷിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് വയനാട് DCCക്ക് നേരെ ഉണ്ടാകുന്നത്. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ IC ബാലകൃഷ്ണനെതിരെയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും അല്ലെങ്കിൽ നേതാക്കൾക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനമുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും കൂടുതൽ പണം ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് രേഖ മാത്രമല്ല, അതിൽ കൂടുതൽ പണം ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ നേതാക്കൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നും പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ പണമാണ് ഇതെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് പലരുടെയും കൈകളിലേക്ക്, പല നേതാക്കളുടെയും കൈകളിലേക്ക് ഈ പണം എത്തുകയും ചെയ്തു. തുടർന്ന് ഇത് പുറത്തു വന്നപ്പോൾ ഈ ഒരു ട്രഷററുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ച ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി എന്ന് ആഭ്യന്തര മന്ത്രാലയം. സർക്കാർ നടപടികൾക്ക് ജനപിന്തുണ ലഭിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് ശതമാനം. ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഉടൻ ദേശീയ ഭീകരവിരുദ്ധ നയവും തന്ത്രവും രൂപീകരിക്കും. മോദി സർക്കാരിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി എന്നും അവലോകന റിപ്പോർട്ടിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമുക്കറിയാം ജമ്മു കാശ്മീരിൽ അവിടെ ഭീകരതയെ ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാർ അടിച്ചൊതുക്കിയത് എന്നുള്ളത്. അതുമാത്രമല്ല, ഭീകരത ഇല്ലായ്മ ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചു, അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. അപ്പോൾ ഭീകരതയെ കൃത്യമായി ചെറുക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഇനി ഭീകരതയെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയരൂപീകരണം കൂടി വരാൻ പോകുന്നു. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷം എന്നുള്ളത് ഈ ഒരു 2024 നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനായി, ഒപ്പം സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനം.
ജനങ്ങൾ സമാധാന ജീവിതത്തിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് മോദി സർക്കാർ ഭീകരവാദ പ്രവർത്തനങ്ങളോടും ഭീകരവാദത്തോടും സ്വീകരിച്ചത്. സീറോ ടോളറൻസ് നയമാണ് ഭീകരവാദ പ്രവർത്തനങ്ങളോട് മോദി സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ഫലമായാണ് പുതിയ കശ്മീർ എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കൂടാതെ രാജ്യത്തുടനീളം ഭീകരവാദ വിഘടനവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് പുതിയ ഭീകര വിരുദ്ധ നയവും അതിൻ്റെ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകും എന്ന പ്രഖ്യാപനം കൂടി ആഭ്യന്തര മന്ത്രാലയം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. 9 സംഘടനകളെ, രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന 9 സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് സാധിച്ചു. കൂടാതെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതവും കുറ്റമറ്റതാക്കാനും സാധിച്ചു. അതുവഴി കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യത്ത് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായും അത്യാധുനിക സാങ്കേതിക വിദ്യ ഏതു തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് വിജയത്തിലേക്ക് എത്തിയ വർഷമായിരുന്നു 2024. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ വിജയകരമായി രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ, ജനങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനെതിരെ, മാവോയിസ്റ്റ് ഭീകരവാദത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയത് ഈ റിപ്പോർട്ടിൽ. അതായത് ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉൾപ്പെടെ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു. അതിന് സപ്പോർട്ട് ചെയ്യാൻ, അതിന് പിന്തുണ നൽകാൻ ഭരണ നേതൃത്വത്തിനും സാധിച്ചു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുകയാണ് എന്ന കാര്യം കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇക്കാര്യം നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. 2026 രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. അതിന്റെ അവസാനത്തെ കടിക പോലും ഈ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പണ്ട് ജമ്മു കശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭീകരവാദികളെയും അല്ലെങ്കിൽ അത്തരം ഒരു ഭയപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു മനസ്സിലേക്ക് വന്നതെങ്കിൽ ഇപ്പോൾ വളരെയധികം ടൂറിസ്റ്റ് സ്പോട്ടായി ജമ്മു കശ്മീർ മാറി എന്നുള്ളത് തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സമയം 8 മണിയാവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി നോക്കി വരാം പ്രധാന വാർത്തകൾ. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ 3 പേർ അറസ്റ്റിൽ. പരിക്കേറ്റ MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. നൃത്ത സംഘാടകരെ ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ. സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. BPL റേഷൻ പഞ്ചസാരയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ഒറ്റയടിക്ക് കൂട്ടിയത് കിലോഗ്രാമിന് 6 രൂപ. 5 വർഷത്തിനുള്ളിൽ 2 തവണയാണ് വില കൂട്ടുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സർക്കാരിൻ്റെ അനധികൃത പിരിവ്. ഭക്ഷണത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കാൻ നിർദ്ദേശം. AEOമാർക്ക് DD അയച്ച കത്തിൻ്റെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിൽ സമരം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ. MLA ഓഫീസിലേക്ക് BJP മാർച്ച് നാളെ. MLA IC ബാലകൃഷ്ണനെതിരായ ആരോപണത്തിൽ പ്രതിസന്ധിയിലായി കോൺഗ്രസ്. ആലപ്പുഴ ജില്ലയിലെ എക്സൈസ് കേസുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന എക്സൈസ് ഡ്യൂട്ടി കമ്മീഷണർ ജയരാജിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. കേസുകളുടെ എണ്ണം കുറയുന്നത് ഉദ്യോഗസ്ഥരുടെ കഴിവുകേട് മൂലം. ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശബ്ദ സംഭാഷണം ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. ശിവഗിരി തീർത്ഥാടന ഘോഷയാത്രയിൽ അണിചേരാൻ ആയിരങ്ങൾ. മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തീർത്ഥാടന സമാപനം നാളെ. കുട്ടനാട്ടിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴായി.
പണം ലഭിച്ചത് 10% താഴെ കർഷകർക്ക് മാത്രം. ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ നെൽകർഷകർ. ഒരിക്കൽ കൂടി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യം ദുഃഖം ആചരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ പുതുവത്സരാഘോഷത്തിനായി വിദേശത്തേക്ക് പറന്നതിനെ രൂക്ഷമായി വിമർശിച്ച് BJP. രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും രാഹുലിനെ ബാധിക്കുന്നില്ല എന്നും അമിത് മാളവി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണത്തിനിടെയാണ് രാഹുൽ ആഘോഷത്തിനായി വിയറ്റ്നാമിലേക്ക് പോയത്. ജിഷ്ണു തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, നമുക്കറിയാം ആദ്യം തന്നെ മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് സ്വീകരിച്ച അത്തരത്തിലൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് കടന്നതെന്ന് BJP നേതാക്കൾ അടക്കം വിമർശിച്ചിരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കുകയാണ്. പുതുവത്സരാഘോഷ പരിപാടികൾക്ക് പോലും പലയിടത്തും നിയന്ത്രണമുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെല്ലാം പറയുന്നുണ്ട് പുതുവത്സരാഘോഷങ്ങൾക്കെല്ലാം കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാരണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് നമ്മെ വിട്ടുപോയത്. അത് മാത്രവുമല്ല, അത്തരത്തിൽ 7 ദിവസത്തെ ദുഃഖാചരണം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ട് ആദരവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇപ്പോൾ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നു എന്നത്. വിയറ്റ്നാമിലേക്കാണ് പോയിട്ടുള്ളത്. അതെ. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യം ദേശീയ തലത്തിൽ ദുഃഖാചരണം നടത്തുമ്പോഴാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ പുതുവത്സരാഘോഷത്തിനായി വിദേശത്തേക്ക് പോയത്. സ്വാഭാവികമായ രീതിയിൽ ആഘോഷ പരിപാടികൾക്ക് പോകുന്നതിനെയല്ല BJP ഉൾപ്പെടെ വിമർശിക്കുന്നത്. അന്തരിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ആ വേളയിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ തന്നെ പുതുവത്സരാഘോഷ പരിപാടികൾക്കായി വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അതിനെ രൂക്ഷമായി തന്നെ BJP വിമർശിക്കുന്നുണ്ട്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് കോൺഗ്രസും രാഹുലും ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ അത്തരം വിവാദങ്ങളെല്ലാം അനാവശ്യമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള ആത്മാർത്ഥത മൻമോഹൻ സിംഗിനോടോ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തോടോ ആ ദുഃഖത്തിലും രാഹുലിനും കോൺഗ്രസിനും ഇല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുലിന്റെ പുതുവത്സരാഘോഷം എന്നുള്ളതാണ് BJP നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. അതായത് 7 ദിവസത്തെ ദുഃഖാചരണം രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ, സർക്കാർ തലത്തിലുള്ള ഒത്തുചേരലുകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് 7 ദിവസത്തെ ദുഃഖാചരണം രാജ്യം മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ ആചരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്കാളിയാകേണ്ട കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ വിയറ്റ്നാമിലേക്ക് പുതുവത്സരാഘോഷത്തിന് പോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവാദം. മുൻപും രാഹുലിന്റെ വിദേശയാത്രകൾ ഏറെ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വിദേശയാത്ര വീണ്ടും വിവാദത്തിലാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് സൂചിപ്പിക്കാൻ. മുൻപും ഷെഹസാദ് പൂനാവല ഉൾപ്പെടെയുള്ള BJP വക്താക്കൾ ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തെ സംബന്ധിച്ച് എന്ത് പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായാലും അത് രാഹുലിനോ കോൺഗ്രസിനോ ബാധകമല്ല എന്നുള്ളത് മുൻപും തെളിയിച്ചതാണ്. അതുകൊണ്ട് ഇതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളതാണ് ഷെഹസാദ് പൂനാവല ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. മുൻപ് രാജ്യത്തെ നടുക്കിയ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആഘോഷ പാർട്ടിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തിട്ടുള്ളത്. മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടികുത്തുന്ന വേളയിൽ അല്ലെങ്കിൽ രാജ്യം പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ രാഹുൽ ഒന്നുകിൽ വിദേശ പര്യടനത്തിലോ അല്ലെങ്കിൽ ആഘോഷ പരിപാടികളിലോ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത് രാഹുലിന്റെ സ്വഭാവമാണ് എന്നുള്ളതാണ് ഷെഹസാദ് പൂനാവല്ല വിമർശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം രാജ്യം ഈ ദുഃഖം ആചരിക്കുന്ന വേളയിൽ പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പോയ രാഹുലിനെതിരെ ഉയരുകയാണ്. നേരത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വിദേശ വേദികളിലെ പ്രസംഗത്തിലും വിദേശ യാത്രകളിലും വലിയ വിവാദങ്ങൾ രാഹുൽ ഉണ്ടാക്കിയിരുന്നു. വിദേശ വേദികളിൽ പോയി രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിൽ ഭാരതത്തിന്റെ ജനാധിപത്യത്തെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ പ്രസംഗിച്ചിരുന്ന രാഹുലാണ് ഇപ്പോൾ ഈ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മരണത്തിൽ ദുഃഖം ആചരിക്കുന്ന വേളയിൽ വിദേശത്തേക്ക് പുതുവത്സരാഘോഷം. ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വി മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, നെഹ്റു കുടുംബാംഗങ്ങളെ അല്ലാതെ കോൺഗ്രസ് ഇതുവരെ ആരെയും ആദരിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് കൊച്ചിയിൽ നിന്ന് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി കാണുന്നു. ഉമാ തോമസ് കണ്ണു തുറന്നു.
കൈകാലുകൾ അനക്കി. മകൻ വിവേക ഉമാ തോമസിനെ നേരിൽ കണ്ടു. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 10 മണിക്ക് ഉണ്ടാകും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ സംഘം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. വെന്റിലേറ്ററിൽ തുടരുന്നുവെങ്കിലും ആരോഗ്യനിലയിൽ ഏറെ പ്രതീക്ഷകളുണ്ട്, അതിൽ മാറ്റം വരുമെന്നുള്ള നിലയിലാണ് വിദഗ്ധ ഡോക്ടർമാർ പ്രതികരിച്ചത്. ഇപ്പോൾ മകൻ അമ്മയെ വെന്റിലേറ്ററിൽ കയറി കണ്ടു. അതിനുശേഷം അമ്മയുടെ കണ്ണ് തുറന്നു, കൈകാലുകൾ അനങ്ങുന്നു തുടങ്ങിയ ആശ്വാസകരമായ വാർത്തകൾ വരുന്നു. 10 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിനും വരുമല്ലോ സുധീഷ്. വിനോദ 10 മണിക്കാണ് മെഡിക്കൽ ബോർഡ് ചേരുന്നത്. 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെയാണ് മക്കളായ വിഷ്ണുവും വിവേകും ICUവിൽ കയറി വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസിനെ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് കണ്ണുകൾ തുറന്നിട്ടുണ്ട്, കാലുകൾ അനക്കുന്നുണ്ട്, ഇവരെ തിരിച്ചറിഞ്ഞു എന്നതും ആശ്വാസകരമായ വാർത്തയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് മസ്തിഷ്കത്തിന് ഏറ്റ ക്ഷതം, ഇല്ലെങ്കിൽ അത് സാരമുള്ളതല്ല, അതിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്ന സൂചന നൽകുന്നതാണ് ഈ വിവരം. ഇതേ സാഹചര്യത്തിൽ തന്നെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ക്ഷതങ്ങളും മറ്റുമാണ്. അതിന് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നത് മറ്റ് പരിശോധനകളിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും മെഡിക്കൽ ബോർഡ് ചർച്ച ചെയ്യുന്നതും. വെന്റിലേറ്ററിൽ നിന്നും മാറ്റാനുള്ള സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിന് എന്തുതന്നെയായാലും സമയമെടുക്കും പൂർണ്ണമായും അതിൽ നിന്നും മുക്ത നേടാൻ എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതിനായി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ തലയ്ക്ക് ഏറ്റ പരിക്കുകൾ അത് ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ സൂചനകളാണ് ഇന്ന് രാവിലെ മക്കളെ തിരിച്ചറിയുന്നത്. അത്തരത്തിലുള്ള റെസ്പോൺസ് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മക്കളെ കയറി കാണാനായി ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അവർ കയറി കണ്ട് അവർ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് പുറത്തു വന്നത്. എന്നാൽ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നാൽ മാത്രമേ ആരോഗ്യനില മൊത്തത്തിൽ തൃപ്തികരമാണോ ഇല്ലെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിന് 10 മണിക്കാണ് ബോർഡ് ചേരുന്നത്. ആ മെഡിക്കൽ ബോർഡിൻ്റെ യോഗത്തിന് ശേഷം 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് പരിക്കുകളൊന്നും തന്നെ മുറിവുകളോ ഒന്നും തന്നെ സാരമായുള്ളതല്ല. ഈ ശ്വാസകോശത്തിനേറ്റ ക്ഷതം അത് വാരിയല് ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കൊള്ളുകയും അങ്ങനെ ഉണ്ടായ ക്ഷതങ്ങളാണ്. ആ ക്ഷതങ്ങളിൽ പുരോഗതി അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ആ മരുന്നിനോട് കൃത്യമായി പ്രതികരിച്ചാൽ അത് എത്രയും വേഗം തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി പൂർണ്ണമായും ഒരു ആരോഗ്യപരമായ രീതിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മെഡിക്കൽ കോളേജിലെ കോട്ടയത്തെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഡോക്ടർമാരുടെ കൂടി സംയുക്തമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ചികിത്സകൾ പുരോഗമിക്കുന്നതും. വിനോദ്, അതെ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട്. മകൻ വെന്റിലേറ്റർ സന്ദർശിച്ചപ്പോൾ അമ്മ കണ്ണു തുറന്നു, കൈകാലുകൾ അനക്കി തുടങ്ങിയ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും അവിടെ എത്തി ഉമാ തോമസിന്റെ വിവരങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലാ മലയാളികൾക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്ത തന്നെ. 10:30 മെഡിക്കൽ ബുള്ളറ്റിനും വരും. കൂടുതൽ വിവരങ്ങൾ വിദഗ്ധ ഡോക്ടർമാർ നൽകുകയും ചെയ്യും. ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ അവഹേളിച്ച MM മണി. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം. മരണത്തിൽ VR സജിക്കോ CPMനോ ഉത്തരവാദിത്തമില്ല. ഇതൊന്നും പറഞ്ഞ് വിരട്ടണ്ട എന്നും MM മണി പറഞ്ഞു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു ഇടത് നേതാക്കൾ എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉദാഹരണമായി ഇതിനെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ മരണത്തിൽ പോലും രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഇങ്ങനെ കവലപ്രസംഗം നടത്താൻ MM മണിക്ക് കഴിഞ്ഞു എന്നതിൽ വളരെയധികം ദുഃഖം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത്. കാരണം അത്രത്തോളം അദ്ദേഹത്തെ അവഹേളിക്കുന്ന, വളരെ പരസ്യമായി അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ മനം നൊന്താണ് സാബു ആത്മഹത്യ ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ MM മണിയുടെ പ്രതികരണം വരുമ്പോൾ മറ്റ് വിവരങ്ങളും കൂടി സംബന്ധിച്ച് അവരുടെ ദുഃഖം വിട്ടൊഴിയാത്ത ഒരു സാഹചര്യം. തുടർച്ചയായി ഇത്തരത്തിൽ സാബുവിനെ അധിക്ഷേപിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങൾ അവർക്കുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നടന്ന നയവിശദീകരണ യോഗത്തിലാണ് MM മണി ഈ സാബുവിനെ അധിക്ഷേപിക്കുകയും സാബുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന നടക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്, അത്തരത്തിലുള്ള ആരോപണം മുമ്പോട്ട് വെച്ചത്, അദ്ദേഹത്തെ അധിക്ഷേപിച്ചത്. അത് ആ കുടുംബത്തിന് വലിയ ആഘാതം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ആ കുടുംബത്തിന് ഉണ്ടാക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് ആ കുടുംബത്തെ
സംബന്ധിച്ച് വരുന്ന ദുഃഖകരമായ മറ്റൊരു വാർത്ത എന്നുള്ളത് ഈ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ അമ്മ മരിച്ചു എന്നുള്ളതാണ്. ത്രേസ്യാമ്മ തോമസ് എന്നാണ് അവരുടെ പേര്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി കിടപ്പിലായിരുന്നു. ഇന്ന് വൈകിട്ട് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കാരവും നടക്കും. അത്തരത്തിൽ ആ കുടുംബത്തെ സംബന്ധിച്ച് ഈ വേദനകൾ വിട്ടൊഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ തുടർച്ചയായി വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് ഈ എം എം മണിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രധാനമായും ഈ എം എം മണിയുടെ ആ ഒരു പ്രതികരണം കൂടി കണ്ടതിന് ശേഷം തിരികെ എത്താം. ഞങ്ങളുടെ നിലയിലേക്ക് കെട്ടിവെക്കാൻ ഒരുത്തനും ശ്രമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വഴിയേ പോയത് തന്നെയാണ്. ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന വിഷയവുമല്ല. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ ശ്രമവും ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ ചുമ്മാ പറഞ്ഞ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതേണ്ടതല്ല. ആ ആത്മഹത്യ ചെയ്ത സഹോദരൻ്റെ കുടുംബത്തോട് ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോ വി.ആർ. സജിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. ശരി, എന്ന് പറയുന്ന ഈ അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു മനുഷ്യന്റെ മരണത്തെ വഴിയെ പോയ വയ്യാവേലി എന്നെല്ലാം പറയുമ്പോൾ അത് എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എം എം മണി എന്നത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നു. ആർ കെ വൈകുണ്ഠം പറയുന്നു എം എം മണിയെ കുതിരവട്ടത്ത് ചങ്ങലയ്ക്ക് ഇടണം. അതേപോലെ തന്നെ രാഖി രാജേഷ് പറയുന്നു എം എം മണിയുടെ മാനസിക നില പരിശോധിക്കണം. ഇത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകരും പ്രതികരിക്കുന്നത്. എം എം മണി എവിടെ പ്രസംഗിച്ചാലും അതിലൊക്കെ വിവാദങ്ങളുണ്ട്, എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥയാണ്. നമുക്കറിയേണ്ടത് എം എം മണി പറയുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ്. പിന്നെ എന്താണ് CPM-നെ ബാധിക്കുന്ന വിഷയം? ഈ വി.ആർ. സജിയുമായി ബന്ധപ്പെട്ട കാര്യത്താണ് ഈ ഒരു വിശദീകരണം CPM നൽകിയിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കട്ടപ്പനയിലുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഈ ഒരു നയവിശദീകരണ യോഗം ചേർന്നത്. പ്രധാനമായും ഈ സാബുവിനെ ഭീഷണിപ്പെടുത്തിയ വി.ആർ. സജിയെ വെള്ളപൂശുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു യോഗം ചേർന്നത് എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ആരോപണ വിധേയനായ വി.ആർ. സജിയെ ഉൾപ്പെടുത്തി, അതായത് പോലീസ് മൊഴി പോലും രേഖപ്പെടുത്താൻ തയ്യാറാകാത്ത വി.ആർ. സജിയെ കൂടി ഉൾപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ വി.ആർ. സജിയോട് ക്ഷണിച്ചു വരുത്തിയാണ് ഈ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ വി.ആർ. സജിയും സംസാരിക്കുകയുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വെള്ളപൂശലിനുള്ള ശ്രമമാണ് എം എം മണി നടത്തിയത്. അവിടെ സാബുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ സാബുവിന് മാനസിക പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, അത് പരിശോധിക്കണം. അത്തരത്തിൽ മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഈ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികളുടെ, അതായത് പ്രതി ചേർത്തിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ള ബാങ്ക് ജീവനക്കാരുടെ അറസ്റ്റ് പോലും നടന്നിട്ടില്ല. ഇതിൽ വലിയ സംരക്ഷണം ഇവർക്ക് CPM നൽകുന്നു. അതുപോലെ തന്നെ ആരോപണ വിധേയനായ വി.ആർ. സജിയെ സംരക്ഷിക്കുന്ന CPM ആണ് എന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ സാബുവിന് മാനസിക പ്രശ്നമാണ് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് ഒരു വലിയ അധിക്ഷേപം ആ നിക്ഷേപകന് മേൽ കെട്ടിവയ്ക്കാനുള്ള ഒരു ശ്രമം. ശരി, എന്തായാലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എം എം മണിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സാബുവിന്റെ മരണത്തിൽ അത്രത്തോളം അവഹേളിച്ചാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ പ്രതികരണങ്ങളാണ് കണ്ടത്. ആലപ്പുഴ ജില്ലയിലെ എക്സൈസ് കേസുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. കേസുകളുടെ എണ്ണം കുറയുന്നത് ഉദ്യോഗസ്ഥരുടെ കഴിവുകേട് മൂലമാണ് എന്നാണ് കമ്മീഷണർ പറയുന്നത്. കൂടുതൽ കേസ് വർദ്ധിപ്പിക്കണമെന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ആവശ്യം. ശബ്ദ സംഭാഷണം ജനം TV-ക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. കേസുകളുടെ എണ്ണം കൂട്ടണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ആലപ്പുഴ എക്സൈസ് കമ്മീഷണറുടെ ശബ്ദ സന്ദേശമാണിത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വളരെ മോശമാണ്, വളരെ മോശം. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അത് ഈ ട്രാൻസ്ഫറൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ടെന്നുള്ള ചിലരുടെ മനോഭാവം അതാണെന്ന് തോന്നുന്നു പ്രകടമായി കാണുന്നത്. വളരെ മോശമായിരിക്കുക, വളരെ മോശം. ചില റേഞ്ചുകൾ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. മറ്റ് ജില്ലകളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ മറ്റ് ജില്ലകളിലൊക്കെ നല്ല സീഷേഴ്സ് ഉണ്ട്. വാഷിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പ്രധാന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡെപ്യൂട്ടി എക്സൈസ് മേധാവി ജയരാജ് നൽകിയ സന്ദേശം. സന്ദേശത്തിലുടനീളം എക്സൈസ് കേസുകൾ വർദ്ധിപ്പിക്കണമെന്നതാണ് ആവശ്യം. ഇതിലൂടെ കൂടുതൽ സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്കിടയിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നതാണ് വസ്തുത. രാസലഹരി പോലുള്ള കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യണമെന്നതാണ് ആവശ്യം. സന്ദേശം എല്ലാ എക്സൈസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു.
പുതുവർഷം എത്തുന്നതോടനുബന്ധിച്ച് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ജില്ലയിൽ കേസുകൾ കുറയുന്നത് തങ്ങൾക്ക് നാണക്കേടാണെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അവസാനം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭീഷണി സന്ദേശം ഇങ്ങനെ: ഇൻസ്പെക്ടേഴ്സും സിഎമാരും അതൊന്ന് പ്രതികരിക്കണം. എന്താണ് കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഇത്രയും മോശമായ ഒരു പ്രകടനത്തിലേക്ക് പോകേണ്ട കാരണം എന്താന്ന് പറയണം. ഇല്ലെങ്കിൽ തയ്യാറായി നിന്ന് നല്ല ഒന്നാന്തരം മെമ്മോ വരുന്നുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടിയും വരും. വർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ അത് പറയുക. വിനീഷ്, ജനം, തിരുവനന്തപുരം. വിനീഷ് ചേരുന്നു. വിനീഷ്, ആലപ്പുഴ ജില്ലയിൽ എക്സൈസ് കേസുകൾ വർദ്ധിപ്പിക്കണമെന്നുള്ള ശബ്ദ സന്ദേശമാണ് വരുന്നത്. നമ്മൾ ആലപ്പുഴ ജില്ലയിലെ എക്സൈസ് വാർത്തകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായത് കഴിഞ്ഞ ദിവസം MLA-യുടെ മകൻ കഞ്ചാവുമായി പിടിയിലായി എന്നുള്ളതാണ്. അവിടെ പരിശോധന കുറവാണ് എന്ന് എക്സൈസ് കമ്മീഷണർക്ക് തന്നെ അറിയാം. ചെറിയ നിലയിൽ പരിശോധന നടത്തിയപ്പോൾ പോലും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളൊക്കെ പിടിയിലാവുന്നു. ഈ ആലപ്പുഴ ജില്ലയിൽ എന്താണ്, എക്സൈസ് പരിശോധന വളരെ കുറവാണോ? ഇത്തരത്തിലൊരു നിർദ്ദേശം കമ്മീഷൻ നൽകാനുള്ളൊരു സാഹചര്യം എന്താണ് വിനീഷ്? നിലവിൽ പുതുവത്സരം എത്തുന്ന സാഹചര്യത്തിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ എക്സൈസുകളുടെ കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ടാകുന്നു എന്നാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: കേസുകളുടെ എണ്ണം ഉടനെ തന്നെ കൂട്ടണം. അത് ഏത് തരത്തിലായാലും കുഴപ്പമില്ല. കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായാലേ തൻ്റെ കൃത്യമായ ഒരു ഇമേജ് പുറം ലോകത്തേക്ക് അറിയുള്ളൂ. പ്രത്യേകിച്ച് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറവാകുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നാണക്കേടാണ്. സർക്കാർ തലത്തിൽ തങ്ങൾ ഇത്ര കേസുകൾ പിടിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ പെരുപ്പി കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അതിന്റെ ഭാഗമായാണ് എക്സൈസിന്റെ തന്നെ പ്രധാന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള സന്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാന ഉദ്യോഗസ്ഥർക്കാണ് ഈ സന്ദേശങ്ങൾ കൈമാറിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ സന്ദേശം മറ്റു ഗ്രൂപ്പുകളിലേക്കും അയക്കണം, എക്സൈസിന്റെ ഗ്രൂപ്പുകളിലേക്ക് അയക്കണം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ സമ്മർദ്ദം, ഏത് തരത്തിലായിരുന്നാലും കേസുകൾ കൂട്ടാനുള്ള നിലപാട് സ്വീകരിക്കണം. അത് ഏത് തരത്തിലായിരുന്നാലും കേസുകൾ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ കേസുകളുടെ എണ്ണം കൂട്ടണം എന്നാണ് എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് മേൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി ഉദ്യോഗസ്ഥർക്ക് മേൽ കൂടുതൽ കേസുകൾ ഉണ്ടാക്കാനുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക്. കാരണം നമുക്കറിയാം, പല ഘട്ടങ്ങളിലായി മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്ന ഇതേ നടപടി ടാർഗറ്റ് നൽകിയാണ്. ഇത്തര കേസുകൾ നിങ്ങൾ എന്തായിരുന്നാലും കേസുകൾ അല്ലെങ്കിൽ ഇത്ര പെറ്റികൾ നിങ്ങൾ അടിക്കണം. അതിന് സമാനമായ രീതിയിൽ ഇത്തരം ഒരു പരിധിയിൽ, ഒരു എക്സൈസിന്റെ ഉദ്യോഗസ്ഥന്റെ കീഴിൽ വരുന്ന ആ പരിധിയിൽ വരുന്ന പ്രദേശത്ത് ഇത്ര കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തേ മതിയാകൂ എന്ന ഒരു വാശിയാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കുള്ളത്. എന്തിനാണ് അത്തരത്തിലുള്ള വാശി അദ്ദേഹം കാണിക്കുന്നത് എന്ന ചോദ്യമാണ് മറ്റു ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. പ്രധാനമായും കേസുകൾ കൃത്യമായി തങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് കേസുകൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് കൂടുതൽ കേസുകൾ പെരുക്കി കാണിച്ചുകൊണ്ട് ഇത്രയും കേസുകൾ തങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് സർക്കാർ തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നത് ഇത്ര കേസുകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് െതിരെ വലിയൊരു മെമ്മോ വരുന്നുണ്ട്, അത് ഞാൻ വഴിയെ തന്നേക്കാം എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശവും അദ്ദേഹം അവസാനം ഈ ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ അയക്കുന്നതിന് ശേഷം അവസാനം പറഞ്ഞു വെക്കുന്നു. എക്സൈസ് കേസുകളുടെ എണ്ണം കുറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരം തന്നെ ഉണ്ട് എന്ന് പറയാം, അല്ലേ? ആ വാട്സപ്പ് സന്ദേശത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള നിലയിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സർക്കാരിന്റെ അനധികൃത പിരിവ്, ഭക്ഷണത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സമാഹരിക്കാനാണ് നിർദ്ദേശം. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ച കത്തിലാണ് ആഹ്വാനം. കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നമുക്കറിയാം അനധികൃതമായാണ് ഇത്തരത്തിലൊരു പിരിവ്, അതും വിദ്യാർത്ഥികളെ കൊണ്ട് സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക പൂർണ്ണമായും ചട്ടങ്ങൾ മറികടന്നുകൊണ്ടുള്ളൊരു
നിർദ്ദേശമാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കലോത്സവം തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് പിരിവ്, അതായത് പിരിവ് എന്ന് നമ്മൾ പറയുമ്പോൾ സാധന സാമഗ്രികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, അത് തേങ്ങ തൊട്ട് ഇങ്ങോട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ എല്ലാ സാധനങ്ങളും വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. അതായത് ഈ കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പിരിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സംക്രമങ്ങളും നടത്താൻ പാടില്ല എന്നിരിക്കെയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് തന്നെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും വലിയൊരു ലിസ്റ്റ് തന്നെ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്തൊക്കെ ആവശ്യങ്ങളാണ്. സാധാരണഗതിയിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ വീട്ടുകളിൽ ഉണ്ടാക്കുന്ന നാളികേരം അത്തരത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ആണ് ഈ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനൊരു വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് സർക്കാർ. അതായത് കടകളിൽ നിന്ന് വാങ്ങുന്ന അടക്കം വറുത്ത റവ തന്നെ വേണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. അതും കുട്ടികളിൽ നിന്ന് മാത്രമല്ല, കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ തൊട്ട് ഈ അടുത്ത തരാൻ സാധിക്കുന്ന ആരൊക്കെയുണ്ടോ അവരിൽ നിന്നെല്ലാം പിരിക്കുകയും വേണം. അതിന് ഒരു കൂപ്പൺ കൂടി, അതായത് ഒരു ബിൽ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അത് BRCകളിൽ നിന്ന് നൽകുകയും ചെയ്യും എന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അത് ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള പിരിവോ അല്ലെങ്കിൽ ധനസംഗ്രഹണം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ എടുത്തു പറയേണ്ടത് കലോത്സവം എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കിയാണ് കലോത്സവങ്ങൾ നടത്തുന്നത്. അതിന് പ്രത്യേക ഫണ്ടുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കമുള്ള പ്രത്യേക ഫണ്ട് ഇതിനായിട്ട് അനുവദിക്കുകയൊക്കെ ചെയ്യും. എന്നിരിക്കെയാണ് പിന്നീട് ഇതിന്റെ ഒരു ഭക്ഷണക്രമത്തിന്റെ ഭാഗം എന്ന്, അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളിൽ നിന്നുകൂടി ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അടുക്കള സാധനങ്ങൾ സംഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സംഗ്രഹണം നടത്തണമെന്നൊരു നിർദ്ദേശം ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. അത് കത്തിൽ പറയുന്നുമുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് നൽകിയിരുന്നു. അതിന് പ്രകാരം എത്രയും വേഗം ഇത് ഉറപ്പാക്കണമെന്നടക്കമുള്ളതാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ ഒരു കത്തിറങ്ങിയിരിക്കുന്നത്. എല്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും ഈ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ജനുവരി 1-ാം തീയതിക്കുള്ളിൽ അത് ഉറപ്പാക്കുകയും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ പിരിക്കണം എന്നുള്ള തരത്തിലുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചത്. കണ്ണൂർ കുറുമാത്തൂർ ഇല്ലം ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റിയായ കെ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിര്യാതനായി. TTK ദേവസ്വം, പയ്യാവൂർ ദേവസ്വം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുടെ ഊരായ്മ സ്ഥാനം വഹിച്ചിരുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ രോഹിണി ആരാധനാ ദിവസം പുഷ്പാഞ്ജലി നടത്തിയിരുന്നത് ഇദ്ദേഹമാണ്. സംസ്കാരം ഇന്ന് കുറുമാത്തൂർ ഇല്ലം ശ്മശാനത്തിൽ നടക്കും. പാലക്കാട് ക്ഷേത്ര ദർശനം നടത്തിയ ക്രിക്കറ്റ് ഇതിഹാസം വീരേന്ദ്ര സേവാഗ്. കാവിൽപ്പാട് പുളിക്കൽ നാഗയക്ഷി ക്ഷേത്രത്തിലാണ് സേവാഗ് ദർശനം നടത്തിയത്. 2005-ൽ പാകിസ്ഥാനും 2006-ൽ ഇംഗ്ലണ്ടിനുമെതിരെയുമുള്ള ഏകദിന മത്സരങ്ങൾക്കായി കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് സേവാഗ് പാലക്കാട്ടെത്തുന്നത്. മത്സരങ്ങൾക്ക് വേണ്ടിയല്ലാതെ കേരളത്തിൽ വന്നിട്ടില്ലെന്നും ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണെന്നും ഇതൊരു നല്ല അനുഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈകുണ്ഠ ഏകാദശിക്കൊരുങ്ങി തമിഴ്നാട്ടിലെ ട്രിച്ചി ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. ധനുമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്കുള്ള സ്വർഗ്ഗ കവാടം തുറക്കുന്ന ദിനമാണ് ഇതെന്നാണ് വിശ്വാസം. ദീപങ്ങളാൽ അലങ്കരിച്ച ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ആകാശ ദൃശ്യം വളരെ മനോഹരമാണ്. ആ ദൃശ്യങ്ങളിലേക്ക്.
മനോഹരമായ ദൃശ്യം ട്രിച്ചി ശ്രീരംഗനാഥ ക്ഷേത്രം. പതിവിൽ നിന്ന് വിപരീതമായി പുത്തൻ പുലരി ഇന്ന് വളരെ നേരത്തെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വർഷാന്ത്യ പരിപാടികളാണ്. ഇടവേളയ്ക്ക് ശേഷം വേൾഡ് 2024 കാണാം. നമസ്തേ.